അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിധത്തിൽ നമ്മൾ പലവിധ പ്രയാസങ്ങളിലും കടന്നു പോകാറുണ്ട്. കടബാധ്യതകൾ, രോഗങ്ങൾ, മാനസികമായ വിഷമങ്ങൾ, ഇങ്ങനെ പലതും. എന്നാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ ചില നാമങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉടനടി ഉത്തരം നൽകുമെന്ന് നിങ്ങൾക്കറിയാമോ? അത്തരത്തിൽ ജീവിതം മാറ്റിമറിക്കുന്ന അള്ളാഹുവിൻ്റെ ഏറെ പ്രിയപ്പെട്ട ദിക്റിനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 3 ഇസ്മുകളാണ്. ഈ 3 നാമങ്ങളും ചേർത്ത് യാ ഖാലിഖ്, യാ ബാരി, യാ മുസവ്വിർ, യാ അല്ലാഹ് എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട സവിശേഷതകളുള്ള 3 നാമങ്ങളാണ് യാ ഖാലിഖ്, യാ ബാരി, യാ മുസവ്വിർ, യാ അല്ലാഹ് എന്നത്. ഇതിൽ ഖാലിഖ് എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും പ്രപഞ്ചത്തെയും അതിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. യാ ഖാലിഖ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും പ്രപഞ്ചത്തെയും അതിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ എന്നാണ്. യാ ബാരിഉ, കൃത്യമായ അളവിലും വ്യവസ്ഥയിലും ജീവൻ നൽകി പൂർണ്ണതയോടെ പരിപാലിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. യാ മുസവ്വിർ, യാ അല്ലാഹ്, ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായിരിക്കുന്ന മനോഹരമായ രൂപവും ഭംഗിയും നിറവും നൽകി ഡിസൈൻ ചെയ്തവൻ എന്നാണ്. ഈ അസ്മാഉൽ ഹുസ്നയിലെ യാ ഖാലിഖു, യാ ബാരിഉ, യാ മുസവ്വിറു, യാ അല്ലാഹ് എന്ന ഈ 3 ഇസ്മുകളുടെ അർത്ഥങ്ങളാണ് നാം പറഞ്ഞത്. ഇത് ചൊല്ലിയാലുള്ള ഇതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. അതുപോലെ രോഗശമനത്തിൽ നിന്ന് മുക്തി നേടാൻ കാരണമാകും. ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ 3 ഇസ്മുകൾ. യാ ഖാലിഖു, യാ ബാരിഉ, യാ മുസവ്വിറു, യാ അല്ലാഹ്. അതുപോലെ മക്കളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ലഭിക്കാം. ഈ ദിക്ർ മനോഹരമായ ഒരു ദിക്റാണ്. മക്കളില്ലാതെ പഠിപ്പിച്ചു തരികയാണ്. ഹൃദയത്തിന് സമാധാനം, പേടിയിൽ നിന്ന് മോചനം, ഭയത്തിൽ നിന്ന് മോചനം ലഭിക്കും. അതുപോലെ തൊഴിലിലും ബിസിനസ്സിലും വിജയം ലഭിക്കാനും ഈ ദിക്റുകൾ വളരെ മഹത്തമായ ഒരു ദിക്റാണ്. യാ ഖാലിഖു, യാ ബാരിഉ, യാ മുസവ്വിറു, യാ അല്ലാഹ് എന്ന ഈ ഇസ്മ അതിമനോഹരമായ ഈ 3 അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മുകൾ വളരെ പ്രധാനപ്പെട്ട ഇസ്മുകളാണ്. യാ ഖാലിഖു, യാ അല്ലാഹ്, യാ ബാരിഉ, യാ അല്ലാഹ്, യാ മുസവ്വിറു, യാ അല്ലാഹ് എന്ന അസ്മാഉൽ ഹുസ്നയിലെ 3 ഇസ്മുകൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നും അതുപോലെ രോഗശമനത്തിന് മുക്തി നേടുമെന്നും മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കളെ ലഭിക്കാൻ കാരണമാകുമെന്നും ഹൃദയത്തിൽ നിന്നുള്ള സമാധാനം, പേടി ഇതെല്ലാം മാറിക്കിട്ടുമെന്നും
തൊഴിലിലും ബിസിനസ്സിലും ജോലിയിലൊക്കെ എന്താണ് വിജയം ലഭിക്കാൻ കാരണമാകുമെന്നും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മനസ്സമാധാനത്തിനും രോഗശമനത്തിനും ആഗ്രഹങ്ങൾ സഫലമാകാൻ ഈ 3 നാമങ്ങൾ പതിവായി ചൊല്ലി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളിലേക്ക്, കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെയൊക്കെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കുമാറാവട്ടെ. പലരും രോഗികളാണ്. അതുപോലെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ മഹത്തായ ഒരു ദിക്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത് ജീവിതത്തിൽ പകർത്താൻ ഞാൻ നിങ്ങളൊക്കെ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.